നവജാത ശിശുവിന്റെ കൊലപാതക വിഷയത്തിൽ ഇപ്പോൾ എസ് പിയുടെ പ്രതികരണം വരുന്നുണ്ട്. ആലപ്പുഴയ്ക്ക് കൊണ്ടുപോകും. അതെ കൊണ്ടുപോകും. പ്രതി കാണിച്ചിരുന്ന സ്ഥലത്ത് തന്നെയായിരുന്നു മൃതദേഹം ഉണ്ടായത്. സോഫാർ അത്രയും നമുക്ക് നമ്മുടെ ഫൈൻഡിങ്സ് അതാണ്. ഇല്ലെന്നാണ് അവരെപ്പോഴും പറയുന്നത്. സത്യമാണെന്ന് തന്നെ സോഫാർ നമുക്ക് അതിൻ്റെ സംശയിക്കേണ്ട കാര്യം തോന്നിയിട്ടില്ല. ഇൻവെസ്റ്റിഗേഷൻ വേറെ വരുമെന്നുള്ളത് അറിയില്ല. ഇവർ തമ്മിൽ എങ്ങനെയായിരുന്നു പരിചയം എന്നുള്ളതല്ലോ ഈ പെൺകുട്ടി പറയുക? ഇല്ല, അതിപ്പം അത് റെലവൻ്റ് ആയിട്ടുള്ള ഈ സമയത്ത് റെലവൻ്റ് ആയിട്ടുള്ള കാര്യമല്ലെന്ന് തോന്നുന്നു. 7-ാം തീയതിയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. 6th ആണെന്നാണ് മനസ്സിലാക്കുന്നത് എന്നാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെ. ശരി, താങ്ക് യു. തകഴി കുന്നുമ്മയിലെ വയൽവരമ്പിലാണ് നവജാത ശിശുവിനെ കൊന്ന് കുഴിച്ചു മൂടിയത്. അത് കൊലപാതകമാണോ അതോ കുഞ്ഞ് പ്രസവത്തിൽ മരിച്ചതാണോ എന്നതിൽ മാത്രമാണ് ഇനി സ്ഥിരീകരണം വരേണ്ടത്. കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു എന്നത് ഇപ്പോൾ പോലീസ് സ്ഥിരീകരിക്കുകയാണ്. ആശുപത്രിയിലെത്തിയ യുവതി അമിത രക്തസ്രാവത്തിന് ചികിത്സ തേടിയതോടുകൂടിയാണ് സംഭവം പുറം ലോകം അറിഞ്ഞത്. ഡോക്ടറാണ് പോലീസിനെ വിവരം അറിയിച്ചത്. 7-ാം തീയതിയാണ് ഈ കുഞ്ഞിനെ പ്രസവിച്ചത്. അതിനുശേഷം തൊട്ടടുത്ത ദിവസമോ അല്ലെങ്കിൽ അന്ന് തന്നെയോ ആയിരിക്കാം വയൽവരമ്പിൽ കുഴിച്ചിട്ടത്. ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തുന്നതിലൂടെ മാത്രമേ എന്തായിരുന്നു അവിടെ നടന്നത് എന്നതിൽ ഒരു വ്യക്തത വരുത്താൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ 2 പേർ കസ്റ്റഡിയിലായിട്ടുണ്ട്. ഈ പെൺകുട്ടിയുടെ യുവതിയുടെ സുഹൃത്തുക്കളായ 24 വയസ്സുള്ള 2 യുവാക്കളാണ് ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നത്. അവർ തകഴി സ്വദേശികളാണ്, തകഴി കുന്നുമ്മ സ്വദേശികളാണ്. അവിടെയുള്ള ഒരു ലെവൽ ക്രോസിനടുത്തുള്ള ഒരു വയൽവരമ്പിലാണ് ഇപ്പോൾ കുഞ്ഞിനെ കുഴിച്ചിട്ടതായി കണ്ടെത്തിയിരിക്കുന്നത്. അനഘ ഹർഷൻ നമുക്കൊപ്പം ഉണ്ട്. അനഘ, ഇപ്പോൾ എസ് പിയിൽ നിന്ന് കൂടുതൽ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുന്നുണ്ടോ? അതായത് എസ് പി പറഞ്ഞിരിക്കുന്നത് 6-ാം തീയതിയാണ് ഈ കുഞ്ഞിനെ കുഴിച്ച് 6-ാം തീയതിയാണ് യുവതി പ്രസവിച്ചിരിക്കുന്നത്. 7-ാം തീയതി കുഞ്ഞിനെ ഇവിടെ കുഴിച്ചിട്ടു എന്ന് മാത്രമാണ് എസ് പി പറഞ്ഞിരിക്കുന്നത്. മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും തന്നെ എസ് പി പറയുന്നില്ല. മറ്റൊന്ന്, ഈ യുവതിയുടെ വീട്ടുകാർക്ക് ഈ യുവതി ഗർഭിണിയായിരുന്നു എന്നതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു എന്നുകൂടി എസ് പി പറയുന്നുണ്ട്. മറ്റ് കാര്യങ്ങളെക്കുറിച്ചും, അതായത് നിലവിൽ 2 പേർ കസ്റ്റഡിയിലാണ്, പ്രതികളായിട്ടില്ല എന്ന് തന്നെയാണ് ഈ എസ് പി പറഞ്ഞിരിക്കുന്നത്. വിശദമായ അന്വേഷണം നടക്കുകയാണെന്നും വരും ദിവസങ്ങളിൽ കൃത്യമായൊരു വിവരം നൽകുമെന്നും കൂടിയാണ് എസ് പി പറഞ്ഞിരിക്കുന്നത്. സുജി. ഓക്കെ, അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തകഴി കുന്നുമയിൽ എത്തിച്ച തെളിവെടുപ്പിലാണ് എവിടെയാണ് ഈ കുഞ്ഞിനെ കുഴിച്ചിട്ടത് എന്നുള്ളത് യുവാക്കൾ വ്യക്തമാക്കിയത്. നവജാത ശിശുവിനെ പ്രസവിച്ച ശേഷം ആൺസുഹൃത്തിന് കൈമാറുകയായിരുന്നു എന്നാണ് യുവതി നൽകിയ മൊഴി. ഇക്കാര്യത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. യുവതി ഇപ്പോൾ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്.